ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖമാണ് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഓരോ കമൻറ്റൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. ഞാൻ വൈകിയ അറിയിക്കാം. ഇപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ പ്ലസ് ടു 10ാം ക്ലാസ്സും പഠിച്ച്, പ്ലസ് ടു പഠിച്ച്, ഡിഗ്രിയും പഠിച്ച കാരണം നല്ല പഠിച്ചു. പക്ഷേ നമ്മൾ ആഗ്രഹിച്ച സംഭവം ഒന്നും വരണില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന് വെച്ചാൽ പറഞ്ഞ് മാച്ചാവണം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊക്കെ പഠിച്ചു ചോദിച്ചു. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അറിയണത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് എനിക്ക് അറബി അറിയാമെന്ന് പറഞ്ഞു. അറബി അറിയാമെന്ന്. അതേ മനസ്സിൽ തന്നെ ഇംഗ്ലീഷ് അറിയണവരുണ്ട്, മലയാളം അറിയണവരുണ്ട്, ഹിന്ദി അറിയണവരുണ്ട്. എല്ലാവർക്കും ഓരോ ഇത് ഉണ്ട്. അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയണേ. നിങ്ങൾ എന്തും ആഗ്രഹിക്കുകയാണെങ്കിൽ മാഷാണെങ്കിൽ എങ്ങനെ ആവും എന്നുള്ളത് എല്ലാവർക്കും കൺഫ്യൂഷനായിക്കാരം. അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന സാറുമാരും ടീച്ചർമാരൊക്കെ ഉണ്ടല്ലോ, ഓല് ഏതാ വിഷയം പഠിപ്പിക്കണേ, ഓലെ എങ്ങനെ എത്തിപ്പെട്ടു, അതെങ്കിലും ഒരട്ടെങ്കിലും ചോദിക്കണം. അപ്പം എല്ലാവരും ഒരേ ക്ലാസ്സിലുള്ളവർ ഒരേ മാതിരി ആവില്ല. എല്ലാവർക്കും വേറെ വേറെ ചിന്ത. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്ത് വിചാരിച്ചോ. അപ്പോൾ എല്ലാവരും മൈൻഡിൽ ആ വണ്ടിയൊന്നും അല്ലേ കാര്യം, എല്ലാവർക്കും വേറെ വേറെ വണ്ടിയാണ്. അതേമാതിരി തന്നെയാണ് ഇതും. നമ്മൾ മാഷാവണമെങ്കിലും ചിലവിൽ ഇംഗ്ലീഷ് അറിയണവരുണ്ട്, മലയാളം അറിയണവരുണ്ട്, ഹിന്ദി അറിയണവരുണ്ട്, എല്ലാം അറിയണവരുണ്ട്. പഠിപ്പിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്ന സാറുമാരോട് ചോദിക്കുക എങ്ങനെ എത്തിപ്പെട്ടു, എവിടെയൊക്കെ പഠിച്ചു, നമുക്ക് ഇതേമാതിരി കിട്ടുമോ, ഇതൊക്കെ ചോദിക്കണം. എന്നാലാണ് ഒരു പറഞ്ഞു തരും. ഇങ്ങനെ പഠിച്ച് ഡിഗ്രി പഠിച്ച് കോളേജ് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ വഴിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് സംശയം ടീച്ചറോട് തന്നെ ചോദിച്ചാൽ മതി. ഒന്നും ചോദിക്കാതെ നിന്ന് കഴിഞ്ഞാലില്ലേ ആർക്കാ പ്രശ്നം? നമുക്കാണ്. നമ്മളെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചേർക്കേണ്ടത് നമ്മൾ മാത്രമാണ്, വേറെ ആരുമല്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ റെഡിയാവുക. എന്ത് സംശയം ഉണ്ടെങ്കിൽ ടീച്ചർമാരോടോ സാർമാരോടൊക്കെ ചോദിക്കുക. നമ്മളൊരു വിഷയം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചോ. പക്ഷേ ഇതേമാതിരി ഓരോ ശൈലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പഠിക്കാൻ. അപ്പോൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. എങ്ങനെ ആയിരിക്കണോ, എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ചോദിച്ചറിയാം. എന്നാലാണ് ഒരു മാച്ചാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പോയിക്കാണ്ട് ഞാൻ പഠിച്ചതല്ലേ, നമ്മൾ പഠിച്ചേന്, അതൊക്കെ സിമ്പിളല്ലേ. ഒരു ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴേക്കാരം ഇതെങ്ങനെ പഠിപ്പിച്ചു, എങ്ങനെ പഠിപ്പിക്കുക എന്നൊരു സംശയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അതിന് മുന്നേ നമ്മൾ ഓരോ കാര്യങ്ങൾ സാർമാരോട് ടീച്ചർമാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യുക, നമ്മൾ റെഡിയാവുക. എന്നാലും നമ്മൾക്ക് കുറച്ചും കൂടി ഒരു ഞാൻ റെഡിയാണെന്നുള്ള ഒരു കോൺഫിഡൻസ് വരുള്ളൂ. അല്ല നമ്മൾ പിന്നെ എന്താ പറയുക, ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഒരു മടി പോലൊക്കെ ഉണ്ടാവും. ആ മടി മാറ്റാനാണ് ഞങ്ങളോട് പറയുന്നത്. നിങ്ങൾ നേരത്തെ എവിടെയൊക്കെ പഠിച്ചു, എങ്ങനെയാണ് എങ്ങനെയൊക്കെ ക്യാരക്ടറായിട്ട് എങ്ങനെയൊക്കെയാണ് സംഭവങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവരും ഒരേപോലെ ആവില്ല. എല്ലാവരും അവനവൻ്റെ ഓരോ വഴിക്കേക്കാരം. നമ്മളെ വഴി കണ്ടെത്തണമെങ്കിൽ നമ്മൾ മാത്രം ഇറങ്ങുക. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെല്ലാവരും ഇറങ്ങുക. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനും വേണ്ടി വർക്കൗട്ട് ചെയ്യുക. എന്നാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് വെറുതെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറെ പണിക്ക് പോയിട്ട് അതും കൂടി ലൈഫ് ഇല്ലാതാവരുത്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് പരമാവധി നമ്മളെന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഓരോ കാര്യങ്ങൾ ചോദിക്കുക. നമുക്കറിയുന്ന കാര്യങ്ങൾ മാത്രം സാറുമാർ പഠിപ്പിച്ച ആ വിഷയമാണ് നമുക്ക് അവിടെ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വേറെ ആൾ ഒരു പെയിൻറ് പണിക്കാരനാണ് വിചാരിച്ച് പെയിൻറ് പണിക്കാർക്ക് പെയിൻറ് തന്നെ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്താ പറയുക,
മാക്സിമം എന്താ പറയുക ഉഷാറാക്കുക, ലൈഫ് ഉഷാറാക്കുക. ഓക്കെ.